ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടുത്തെ ലോക്കൽ ഒത്തൻറ്റിക് ഫുഡ് ട്രൈ ചെയ്യാൻ പോവാണ്. യു ആൻഡ് ഐ ആർട്സ് കഫേ എന്ന് പറഞ്ഞൊരു ക്യൂട്ട് റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ വന്നത്. ഇവിടുത്തെ ഇൻറ്റീരിയേഴ്സ് ഒക്കെ അവരുടെ ട്രഡീഷണൽ ഷിലോങ് എലമെൻറ്റ്സ് ഒക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇവിടുത്തെ കുക്ക് വെയർസും അവരുടെ ജ്വല്ലറീസും ഇൻസ്ട്രുമെൻ്റൽ ഐറ്റംസും ഒക്കെ കൊണ്ട് നമുക്ക് ഇവിടെ കയറുമ്പം എന്തോ ഇറ്റ്സ് ലൈക്ക് സ്റ്റെപ്പിംഗ് റൈറ്റ് ഇൻ ടു ദെയർ കൾച്ചർ. നല്ലൊരു വൈബായിരുന്നു കേട്ടോ അവിടെ. ഈ കാണുന്ന മാലയുണ്ടല്ലോ, ഇത് ഞങ്ങളുടെ കയ്യിലും ഉണ്ട് കേട്ടോ. ആരൊക്കെയോ ഗിഫ്റ്റ് ചെയ്തതാണേ. അപ്പോൾ ആദ്യം തന്നെ അവർ ഞങ്ങൾക്ക് ഈ കോംപ്ലിമെൻ്ററി ഡ്രിങ്കാണ് തന്നത്. ഇതാദ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് ഇത് റോസൽ ടീ ആണ്. ഇവിടെയുള്ളവർ ഇതിനെ വിളിക്കുന്നത് ഷാ ജാജു എന്നാണ്. അങ്ങനെ ആയിരിക്കണം അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് നല്ലൊരു റിഫ്രഷിങ് ഫീൽ കിട്ടിയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മെനു. ആദ്യം കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം. ഇതാണ് അത്. റെഡ് പൊട്ടറ്റോയും പിന്നെ കുറച്ച് ലോക്കൽ ഹെർബ്സും ഫെർമെൻറ്റഡ് ഫിഷ് ചട്നി ആയിരുന്നു കേട്ടോ. ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് ആദ്യം കത്തിയില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെ ഫിഗർ ഔട്ട് ചെയ്തേ. ഈ കാണുന്ന സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ഈ കൊട്ടയിലോട്ട് ചെത്തിയിടണം കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ചെയ്യാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ആ ചട്നിയിൽ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, കാരണം ഉണക്കമീൻ്റെ ചട്നിയാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പൊട്ടറ്റോസും നമ്മുടെ സാധാ പൊട്ടറ്റോസ് അല്ല, റെഡ് പൊട്ടറ്റോസ് ആണ്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഞാൻ വിചാരിച്ച് പുഴുങ്ങിയ പൊട്ടറ്റോ എങ്ങനെയായിരിക്കും എന്ന്. ബട്ട് നല്ലതായിരുന്നു, കഴിക്കാനൊരു സുഖമൊക്കെ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ കുറേ ലോക്കൽ ഹെർബ്സ് ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വാഴയില പോലെ തോന്നിയില്ലേ? എനിക്കങ്ങനെയാണേ തോന്നിയത്. ആൻഡ് അത് ചട്നിയിലിട്ട് മുക്കി കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച് പച്ചില കഴിക്കുന്ന പോലെ ഉണ്ടാവുമെന്ന്, പക്ഷെ നല്ലതായിരുന്നു. എനിക്കില്ലേ പൊതുവേ പുതിയൊരു ഫുഡ് ട്രൈ ചെയ്യാൻ പേടിയാണ് കേട്ടോ. അങ്ങനെ ട്രൈ ചെയ്യാത്ത ഒരാളാണ് ഞാൻ. എപ്പോഴും എവിടെ പോയാലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി കഴിച്ചിട്ടുള്ള ഒരു ഫുഡായിരിക്കും. 2 കൊല്ലമായ ഞങ്ങളിവിടെ ഷില്ലോങ്ങിൽ വന്നിട്ട്, എന്നിട്ടും ഇതുവരെ ഇവിടുത്തെ ലോക്കൽ ഫുഡ് ട്രൈ ചെയ്തില്ല എന്ന് പറയുന്നത് അത് വളരെ ഒരു നഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. ഈ കഴിക്കുന്ന ഇല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതാണ് ഇങ്ങനത്തെ എക്സ്പ്രഷൻ വന്നത്. ഈ കഴിക്കുന്നത് നല്ല ഒരു ഹെർബായിരുന്നേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്വീറ്റാണ്, ബട്ട് ഒരു നല്ലൊരു ടേസ്റ്റ്. ഞങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഈ മീലും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്മാഷ്ഡ് പൊട്ടറ്റോ, ഫ്രൈഡ് പൊട്ടറ്റോ, ഡാല്, 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈസ്, ചിക്കൻ, പോർക്ക്, പിന്നെ ഫിഷ് ഫ്രൈ, ഉണക്കമീൻ്റെ ഫ്രൈ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പോർക്കും ബീഫും കഴിക്കത്തില്ലേ, പക്ഷെ എനിക്ക് ഈ ചിക്കൻ കഴിച്ചപ്പം എനിക്കെന്തോ ചിക്കൻ പോലെ തോന്നിയില്ല. അപ്പം ഞാൻ പേടിച്ചു പോയി, ഇനി ഇത് വല്ല പോർക്കും ആയിരിക്കുമോ എന്നുള്ളത്. അപ്പം അമ്മയാണേ പറഞ്ഞത് ഇവർ ചിക്കൻ നന്നായിട്ട് ചുട്ടിട്ട് അതിൻ്റെ സ്കിൻ ഇളക്കാതാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നിയത്. ബട്ട് എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫിഷ് ട്രൈ ചെയ്തില്ല, കാരണം എനിക്ക് ഈ ഫിഷിലെ കണ്ണും മൂക്കൊക്കെ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അമ്മ ട്രൈ ചെയ്തു, അമ്മയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സാധാരണ ഞാൻ ഫുഡിൻ്റെ കാര്യത്തിൽ വളരെ ചൂസിയാണ്, എസ്പെഷ്യലി ഈ പുതിയ ഫുഡൊക്കെ ട്രൈ ചെയ്യാനായിട്ട്. ഞാൻ പണ്ട് ആസാമിൽ പോയപ്പോൾ ഞങ്ങൾ അവിടുത്തെ ട്രഡീഷണൽ ഫുഡ് ട്രൈ ചെയ്യാനും പോയി. പക്ഷേ എന്തോ റെസ്റ്റോറൻറ്റ് കുഴപ്പമായിരിക്കണം, എനിക്ക് അവിടുത്തെ ഫുഡ് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുപോലെ ആയിരിക്കും ഇവിടെ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. പക്ഷേ എൻ്റെ എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റിക്കൊണ്ട് ഈ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഈ ചിക്കൻ കറി ഉണ്ടല്ലോ, ഇത് ഏകദേശം നമ്മുടെ നാട്ടിലെ ചിക്കൻ കറി പോലെയൊക്കെ എനിക്ക് തോന്നിയേ. ആൻഡ് ഇത് അവർ ചുട്ടിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാം ഞാൻ ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. വേറൊരു കാര്യം കണ്ടോ, ഇവിടുത്തെ ഇല ഇങ്ങനെ തിരിച്ചിട്ടിട്ടാണ് കൊണ്ടു തന്നത്. ആൻഡ് ഇത് വാഴയിലയല്ല, വേറെ ഏതോ ഒരു ഇലയാണേ. അടുത്തത് ഇനി അവരുടെ എന്തെങ്കിലും സ്വീറ്റ് ട്രൈ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് ഇത് ഈ 3 ഐറ്റംസ് ഉണ്ട്. അതിൽ ഞങ്ങൾ എടുത്തത് ഈ കാണുന്ന പൈൻ ജാഗരി കൊണ്ടുണ്ടാക്കിയ ഐറ്റം ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നമ്മുടെ നാട്ടിലെ ഇലയുടെയൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ടേസ്റ്റ്. തേങ്ങ ഇല്ലാന്നേ ഉള്ളൂ, പക്ഷേ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അരിയും പൈൻ ജാഗരിയും കൊണ്ടാണ് അവരുണ്ടാക്കിയത്. അധികം മധുരവും ഉണ്ടായിരുന്നില്ല, നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ്. ഈ ബെല്ല് ഇങ്ങനെ അടിക്കുമ്പോഴാണ് അവിടെ വെയിറ്റേഴ്സ് നമ്മൾ അടുത്ത് വരുന്നത്. നല്ല വെറൈറ്റി ആയിട്ടില്ലേ, എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു കേട്ടോ.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുവാണ്. ചുമ്മാ ഒരു രസത്തിന്. ട്രഡീഷണൽ വൈബ് എനിക്ക് കിട്ടാനാണ് ഞാൻ ഇതൊക്കെ ട്രൈ ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്ക് വേറെ പണിയില്ല ഇതിട്ട് ഇളക്കാനായിട്ട്. ഓൾ റൈറ്റ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഗൈസ്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ടാറ്റാ.